السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് ഒരു സൂറത്ത് നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഒരു സൂറത്ത് നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു സൂറത്താണ്. ഈ സൂറത്ത് നമ്മൾ ഓതേണ്ട ഒരു രീതിയുണ്ട്. ആ രീതിയിൽ ഈ സൂറത്ത് ഓതിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗുണമെന്ന് പറയുന്നത്, നിങ്ങൾ ജോലി തേടുന്നവരാണെങ്കിൽ ആ ജോലി നിങ്ങൾക്ക് ലഭിക്കും. അതേപോലെ തന്നെ എന്തെങ്കിലും രോഗങ്ങളെ കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ആ രോഗങ്ങൾ ശിഫയാകും. അതേപോലെ തന്നെ കച്ചവടത്തിൽ തകർച്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ആ കച്ചവടത്തിൽ ഉയർച്ച ലഭിക്കും. അതേപോലെ തന്നെ ജോലി ഇല്ല, വാഹനം ഇല്ല, വാഹനമൊക്കെ എടുക്കണമെന്നുണ്ട്, നല്ലൊരു കാർ എടുക്കണമെന്നുണ്ട്, ഇങ്ങനെ ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ വീടില്ലാതെ ബുദ്ധിമുട്ടുന്നവർ, അതേപോലെ തന്നെ നല്ലൊരു പെണ്ണിനെ കിട്ടാൻ അന്വേഷിച്ചു കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. നല്ലൊരു പയ്യനെ കിട്ടണം, ചെറുക്കനെ കിട്ടണം, എൻ്റെ മകൾക്ക് നല്ലൊരു പയ്യനെ വേണം, സൽസ്വഭാവിയായ ഒരു പയ്യനെ വേണം, നല്ല സ്വാലിഹത്തായ ഒരു പെണ്ണിനെ ലഭിക്കണം. ഇങ്ങനെ നിരവധി അനവധി ഒരുപാട് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമായി നമുക്ക് നടക്കുന്നവരാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് നമ്മൾ ഓതിയാൽ, പറയുന്ന രൂപത്തിൽ ഓതിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല റാഹത്താക്കി തരും. അപ്പൊ അത് ഞാൻ പറയുന്നത് പോലെ ഓതണം. ഏതാ സൂറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂറത്തുൽ ഫത്ഹ് ആണ്. സൂറത്തുൽ ഫത്ഹ് നമ്മൾ ഓതുക. അപ്പൊ സൂറത്തുൽ ഫത്ഹ് നമ്മൾ ഓതുമ്പോൾ ഒന്നാമതായി നമ്മൾ പാലിക്കേണ്ടത്, ചില ആൾക്കാർക്ക് സൂറത്തുൽ ഫത്ഹ് ഒക്കെ കാണാതെ അറിയായിരിക്കും. കാരണം ചിലപ്പോൾ ദിവസേന ഓതുന്ന ആൾക്കാരുണ്ടാവും. ആ സൂറത്തുൽ ഫത്ഹ് കാണാതെ അറിയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ കാണാതെ അറിയുന്നവരെന്താ ചെയ്യുക? അവർ ഒളുണ്ടോ ഇല്ലേന്നും നോക്കാറില്ല, അവരങ്ങ് ഓതും അല്ലെ. നമ്മൾ യാസീനൊക്കെ നമ്മൾ ഓതാറുണ്ട് മരിപ്പ് വീട്ടിലും. അതേപോലെ തന്നെ നമ്മൾ വീടുകളിൽ എന്തെങ്കിലും ഫംഗ്ഷൻസുകളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ യാസീൻ ഓതാറുണ്ട്. വലിയ ഗുണം കിട്ടുന്ന ഒരു സൂറത്താണ് യാസീൻ. യാസീൻ ഓതി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അവന്റെ ദുആ അല്ലാഹ് സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ യാസീനൊക്കെ നമ്മൾ കാണാതെ അറിയുന്നത് കൊണ്ട് ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ഓതാറുള്ളത്. എന്നാൽ ഈ സൂറത്തുൽ ഫത്ഹ് നമ്മൾ ഈ നിയ്യത്തിൽ ഓതുമ്പോ ആദ്യമായിട്ട് നിനക്ക് വുളു ഉണ്ടായിരിക്കണം. സൂറത്തുൽ ഫത്ഹ് ഓതുമ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾക്ക് വുളു ഉണ്ടായിരിക്കണം. വുളുവോടുകൂടി വേണം ഓതാനുള്ളത് അല്ലെ. അതേപോലെ തന്നെ പറയുന്നുണ്ട്, നീ ഓതുന്ന സമയത്ത് കിബിലയ്ക്ക് മുന്നിട്ട് വേണം ഓതാൻ. എങ്ങോട്ടെങ്കിലും തിരിഞ്ഞിരുന്ന് ഓതാൻ പാടില്ല, കിബിലയ്ക്ക് നേരെ തിരിഞ്ഞിരുന്ന് വേണം ഓതാൻ. അതേപോലെ നീ ഓതുമ്പോൾ മുസ്ഹഫ് നോക്കി വേണം ഓതാൻ. മുസ്ഹഫ് നോക്കിയിട്ട് വേണം ഓതാൻ. അപ്പൊ കിബിലയ്ക്ക് ഒന്നാമതായിട്ട് വുളു ചെയ്യുക. 2 കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് വേണം ഓതാൻ. മൂന്നാമതായി മുസ്ഹഫ് നോക്കി വേണം ഓതാൻ. അത് മാത്രമല്ല, വളരെ ഗൗരവമായി പറയുന്നത്, ആരുമായി അതിൻ്റെ ഇടയിൽ സംസാരിക്കാൻ പാടുള്ളതല്ല. ഓതുന്നതിനിടയ്ക്ക് ആൾക്കാർ കയറി വരും, അവരുമായിട്ട് സംസാരിക്കും, പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പിന്നെ ഓതും. ഇത് നമ്മുടെ ഒരു സാധാരണ നിലയിൽ നടക്കുന്ന ഒരു കാര്യമാണല്ലേ. നമ്മൾ ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ, ഖുർആൻ വീട്ടിൽ വെച്ചാണ് ഓതുന്നതെങ്കിൽ ഷുവറായിട്ട് നമ്മുടെ മക്കളോ മരുമക്കളോ നമ്മുടെ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ ആരെങ്കിലും കയറി വന്നിട്ട് ഇടങ്ങേറുണ്ടാക്കും അല്ലെ. എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് വരും. അതിന് ചോദിച്ചിട്ട് നമ്മൾ മറുപടി പറയാതെ ഓതിയാലോ, അത് അതിനേക്കാളും വലിയ പ്രശ്നങ്ങളായി മാറും. അപ്പൊ അതുകൊണ്ട് ആ വക കാര്യങ്ങളൊന്നുമില്ലാതെ സംസാരിക്കാതെ, ഇടയിൽ സംസാരിക്കാതെ അത് പൂർണ്ണമായി ഓതുക. അപ്പൊ ഓതുന്നതിനിടയിൽ സംസാരിക്കാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ ഇത് നമ്മൾ ഓതുന്ന സമയത്ത് നിയ്യത്ത് ചെയ്യണം.
ഈ ഓതുന്ന സമയം സൂറത്തുൽ ഫത്ഹ ഓതുമ്പോൾ നമ്മൾ നിയ്യത്ത് ചെയ്യണം. എന്തിനാണ് ഞാൻ ഈ സൂറത്ത് ഓതുന്നത് എന്നുള്ള ദൃഢനിശ്ചയവും നമ്മൾ നിയ്യത്തും നമുക്ക് ഉണ്ടാകണം. അതേപോലെ തന്നെ ഉണ്ടാകേണ്ട മറ്റൊരു കാര്യമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇത് ഓതിയാൽ, ഈ പറയുന്നത് പോലെ ഓതിയാൽ ഉറപ്പായിട്ടും എൻ്റെ ആഗ്രഹം സബലീകരിക്കുന്നതാണ് എന്നുള്ള വിശ്വാസം എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. ആ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് നമ്മൾ ഈ പറയുന്നത് പോലെ നമുക്ക് ഈ ഗുണം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇത് നമ്മൾ മൊത്തത്തിൽ 21 പ്രാവശ്യമാണ് നമ്മൾ ഓതേണ്ടത്. 3 ദിവസം കൊണ്ട് നമുക്കിത് തീർക്കാം. വേണമെങ്കിൽ 21 പ്രാവശ്യം. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, ഒറ്റ ഇരിപ്പിന് ഓതണോ, ഒറ്റ ഇരിപ്പിന് അങ്ങ് ഓതണമെന്ന് ചോദിക്കുന്നവരുണ്ട്. അവരോട് പറയാം, ഘട്ടം ഘട്ടമായിട്ട് ഓതാം. ആദ്യം നിനക്ക് ഒരു ദിവസം കൊണ്ട് ഓതാൻ കഴിയുമെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഓതുക. 3 ദിവസം കൊണ്ട് ഓതാൻ കഴിയുമെങ്കിൽ 3 ദിവസം കൊണ്ട് ഓതുക. അതേപോലെ തന്നെ 5 ദിവസം കൊണ്ട് ഓതാൻ കഴിയുമെങ്കിൽ 5 ദിവസം കൊണ്ട് ഓതുക. 7 ദിവസം കൊണ്ട് ഓതി തീർക്കേണ്ടതാണ്. 7 ദിവസം കൊണ്ട് ഓതി തീർക്കണം. 7-പ്പുറത്തോട്ട് പോകാൻ പാടുള്ളതല്ല. 7 ദിവസം കൊണ്ട് 21 പ്രാവശ്യം ഈ പറഞ്ഞ രൂപത്തിൽ സൂറത്തുൽ ഫത്ഹ നീ ഓതിയാൽ ഉറപ്പായിട്ടും എൻ്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് ജോലിയാണെങ്കിൽ ജോലി, രോഗം ശിഫയാകാനാണെങ്കിൽ രോഗം ശിഫയാകൽ, അതേപോലെ കച്ചവടത്തിൽ ഉയർച്ച കിട്ടൽ, അതേപോലെ ജോലിയില്ലാതെ നടക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ വാഹനം, വീട് പോലുള്ള ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ ഇത് വളരെ ഉപകാരമുള്ളതാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ മക്കള് സ്വാലിഹായ മക്കളുണ്ടാകാൻ. മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഇവർക്ക് മക്കള് ലഭിക്കാനും ഈ സൂറത്ത് നമുക്ക് കാരണമാകുന്നതാണ്. അപ്പൊ ഈ നിയ്യത്ത് നമുക്കുണ്ടാകണം. അചഞ്ചലമായ വിശ്വാസവും നമുക്ക് വേണം. ഇത്രയും കാര്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ സൂറത്തുൽ ഫത്ഹ് 7 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 5, 3, 1 കൊണ്ടൊക്കെ 21 പ്രാവശ്യം ഇത് തീർത്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വലിയൊരു ഫലം, നിങ്ങൾക്ക് വലിയൊരു സൗഭാഗ്യം അതിൻ്റെ പുറകിൽ ഉണ്ടാകും. ഇത് വിശുദ്ധമായ അള്ളാഹുവിൻ്റെ കലാമാണ്. ദുനിയാവും ആഖിറവും അള്ളാഹു നമുക്ക് നന്നാക്കി തരുമാറാകട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും മാറ്റി റാഹത്തിലാക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.